പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞല്ലോ സാറേ, ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് വരുമ്പോഴത്തേക്ക് ഒരു വർഷം കഴിയും. കുറച്ച് ലേറ്റാ. അതെല്ലാം അങ്ങനെ തന്നെ. അപ്പം വീട്ടില് ലക്ഷ്മിയുടെ അച്ഛൻ ഒരു ചെറിയ മത്സ്യക്കുളം ഉണ്ടാക്കി. പുള്ളിക്കാരേത് മത്സ്യക്കുളം ഉണ്ടാക്കി ഞാൻ വിചാരിച്ച നല്ല രീതിയിലൊക്കെ നടക്കട്ടെ. അങ്ങനെ ഒരു ദിവസം രാവിലെ എൻ്റെ പിള്ളേർ മീനെ കാണണമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ കരുതി ഒരു ഇച്ചിരി 2 ദോശയൊക്കെ ഇട്ട് കൊടുത്താൽ മീൻ മേളി വന്ന് കൊത്തി തിന്നുമല്ലോ. അങ്ങനെ 2 ദോശയൊക്കെ ഇട്ട് കൊടുത്ത് മീൻ വന്ന് കൊത്തി തിന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ഏതോ ഒരു മീൻ ചത്തുപോയി. അപ്പൊ ഇതിനു മുന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ ഇതൊക്കെ നടത്തുന്നെങ്കിൽ വെള്ളത്തിന്റെ pH മൂല്യമൊക്കെ നോക്കണം, അല്ലെങ്കിൽ ഇതൊന്നും കറക്റ്റ് ആവത്തില്ല, ഇതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൃഷിഭവൻ മെമ്പറും ഒക്കെയാണ്. അപ്പം 35 ഏത്തവാഴയും എല്ലാം ഞാൻ പറഞ്ഞത്. വീട്ടിൽ എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു സമയത്ത് പച്ചക്കറി മൊത്തം ഞാൻ ടെറസിന്റെ മണ്ടയ്ക്ക് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. അപ്പം കരിങ്കോഴി 120 കരിങ്കോഴി ഉണ്ടായിരുന്നു. കരിങ്കോഴി 120 ഉണ്ടായിരുന്നു. നാടൻ കോഴി, താറാവ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കോഴിക്കടയില്ല വീട്ടിൽ. കാരണം ഇവക്ക് ഭയങ്കര ബ്രോയിലർ കോഴി ഇവള് ഭയങ്കരമായിട്ട് കഴിക്കും. ആരോഗ്യമുള്ള കോഴിയെ കഴിക്കട്ടെന്ന് കരുതി ഇവർക്ക് തിന്നാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ഞാൻ കരിങ്കോഴി രാവിലെ തീറ്റിട്ട് പോകും, രാത്രിയാകുമ്പോഴത്തേക്ക് തട്ടും. അങ്ങനെ കോഴിയെണ്ണമൊക്കെ കുറഞ്ഞു. അങ്ങനെ ഈ കൃഷി നടന്ന സമയത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഒരാളെന്ന് ചോദിച്ച് പഠിക്കണമല്ലോ. ഇനി ലോകത്തുള്ള ആരെടുത്തെന്ന് ചോദിച്ച് പഠിച്ചാലും ഞാൻ പറയുന്നത് എത്ര ശരിയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അംഗീകരിക്കാത്ത 2 പേരാണ് ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞതും അവരായിരിക്കും. അതെ അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പോലും അത് ജനങ്ങളുടെ വിവരക്കേടെന്ന് മാത്രമേ അവർ രണ്ടുപേരും വിശ്വസിക്കൂ. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ബിഗ് ബോസ് ജയിച്ചത്. അയ്യോ കുറെ മണ്ടലെല്ലാവരും ചേർന്ന് വോട്ടിയതെന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടം. അവിടെ നമ്മളെ അംഗീകരിക്കാനൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയല്ലോ, സ്നേഹമൊക്കെ ഉണ്ട് ഇമ്മ പറഞ്ഞ. ഇപ്പൊ എല്ലാം അംഗീകരിച്ചു. അന്ന് ഇത് പാടായിരുന്നു. അല്ലെങ്കിൽ വീട്ടിൽ കയറിച്ചെല്ലാം പറ്റത്തില്ലല്ലേ, അതായിരിക്കും പ്രശ്നം. അല്ല അതെ, അതൊക്കെ പറയാനുള്ളത് എന്തൊക്കെ കൈയും കാലം കാണിച്ചത് ഒന്നും കാണിക്കില്ലല്ലോ. അവൾ അതിനെക്കാട്ടും കൂടുതൽ പറയും. ഈ മീൻ ചത്തുപോയി. ഞാൻ നേരത്തെ 1-2 സൂചന കൊടുത്താ ഇന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിരുന്നാ. മീൻ ചത്തുപോയപ്പോഴത്തേക്ക് വന്നിട്ട് പുള്ളി വളർത്തിയ മീനെ ഞാൻ വിഷം കൊടുത്ത് കൊന്നു എന്ന രീതിയിലായി കാര്യങ്ങൾ അവസാനം. ഞാൻ ദോശ ഇട്ട് കൊടുത്തോണ്ടാന്നല്ലോ മീൻ ചത്തത്. ദോശ കഴിച്ചോണ്ടൊന്നും അല്ല, എന്തോ കാരണം കൊണ്ട് ഒരു മീൻ ചത്തു. ഒരു മീൻ 1-2 മീനാണ്ട് ചത്തത്. അങ്ങനെ അതങ്ങനെ അങ്ങ് സംസാരമായി കാട് കയറി. ഇപ്പം ഞാനിരുന്ന് യൂട്യൂബ് എടുത്ത് ഈ മത്സ്യകൃഷിയുടെ കേരള ഫെഡിന്റെ എങ്ങാണ്ടൊരു ഡോക്യുമെന്ററി എടുത്ത് വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഒരു ഭാഗം പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുചെന്നു. പുള്ളി എടുത്തോണ്ട് പോ, എന്റെ ഉണ്ടാക്കാൻ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതങ്ങോട്ട് ഇരുന്ന് കേൾക്കാൻ, നീ പോടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു, എടി നീ ഒന്ന് കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുക്ക്. ഇപ്പൊ ഇവളും നിങ്ങളെ പാട് നോക്കി പോയി. അപ്പൊ എന്റെ ദേഷ്യം എന്നറിയോ, ഇടാ എത്രയോ ശരിയായ ഒരു കാര്യവും പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെല്ലുന്നത്. അങ്ങനെ സംസാരമായി ബഹളമായി. അപ്പൊ എനിക്കിത് ഭയങ്കര ഇറിറ്റേഷനാണ്. പെട്ടെന്ന് ദേഷ്യം എനിക്ക് ഇക്കാര്യത്തിലേക്ക് വരും. കാര്യം നമ്മൾ നമ്മുടെ കൂടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് നല്ല കുളമാണെന്നുണ്ടെങ്കിൽ 4 മീനെ പിടിച്ച് വാർത്ത നമുക്ക് അടിച്ചുകൂടെ, അല്ല ഇതെല്ലാം കൂടെ ചത്തുപോയിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ബഹളമായി ആ വഴക്കങ്ങ് കൂടി. ഞാൻ ഇവളുടെ അച്ഛനുമായിട്ട് വലിയ വഴക്കായി. എൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്ന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുള്ളൊക്കെ ബഹളമൊക്കെ ഇവളും പറഞ്ഞു. ഇവിടെ എല്ലാം ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു. ഗെറ്റ് ഔട്ട് ഇൻ ദ ഹൗസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡാറ്റർ, യു വിൽ നോട്ട് സീ എനി മിനിറ്റ് ഓഫ് ദ ടുഡേ. സാറിന് ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്തോണ്ടാ മനസ്സിലായി. ഇംഗ്ലീഷ് വളവ് തിരിഞ്ഞ് പോകുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു തൊള്ളർക്ക് മനസ്സിലാവത്തില്ലത്. അപ്പൊ ഇവളുടെ കൂടെ വായുന്നത് കേട്ടപ്പോഴത്തേക്ക് പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞോ? അവളും പറഞ്ഞു. അവളും പറഞ്ഞു ഇവിടെ ഇനി വീട്ടിൽ കയറണം. പട്ടി അഴിച്ചു വിട്ടോ? ഇല്ല, പട്ടി ഞാൻ മേടിച്ചിട്ടുന്ന പട്ടിയാ 25,000 രൂപയ്ക്ക് സെന്റ്. അപ്പൊ അത് അഴിച്ചു വിടാൻ, അതിനെ അഴിച്ചു വിട്ടാൽ അതിന്റെ കൂടെ ഇറങ്ങി വരും. അതിനെ ആര് നോക്കും? എനിക്ക് നോക്കാൻ പറ്റും. ഒരു ദിവസം 5-6 ഇതിന്റെ കൂടെ ഈ നമ്മുടെ പെട്ടി എടുത്ത് റോഡിലേക്ക് എറിഞ്ഞോ ഭാര്യ? ഇല്ല, എടുത്തെറിയാൻ പെട്ടിയൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ പിന്നെ പഴയ തുണികൾ ഞാൻ വണ്ടി എടുത്തോണ്ട് ഇങ്ങനെ കാറിനകത്ത് കയറിയിരുന്നു. ആദ്യം ലവൻ അന്നേരം പുറത്താ, ഹരീഷ് പുള്ളി കപ്പല്ല ക്യാപ്റ്റനാ. അപ്പം അന്ന് ചീഫ് ഓഫീസറെ കണ്ട. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു. അപ്പൊ ഇവൻ ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ വോയിസ് ഒക്കെ അയച്ചു. അളിയാ ഏതാണ്ടൊക്കെ തീരുമാനമായി, വീട്ടിൽ നിന്ന് പുറത്തായി. വോയിസ് അയച്ചു. ഹരിയെ വിളിച്ചു. അപ്പൊ ഹരി പറഞ്ഞു എന്നാ നീ ഒരു കാര്യം എറണാകുളത്തേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇറക്കി വിടലിന്റെ ദുർദിനങ്ങളെ എങ്ങനെ ഓർമ്മിക്കുന്നത് ഭാര്യ? അന്ന് വൈകിട്ട് ഫോൺ വിളിച്ചെല്ലാം സെറ്റിലായി. വിളിച്ച് സർവ്വപരാധവും പറഞ്ഞു, ഏറ്റു പറഞ്ഞോ? ഫ്ലാറ്റിന്റെ എഴുത്ത് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ ഫ്ലാറ്റിൽ കയറി പോയേക്കുന്നത്. ഉടനെ പറഞ്ഞോ? അത് ഗംഭീരമായി. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് ഇറക്കി വിടേണ്ടി വന്നാൽ നമ്മൾ വിടും അല്ലേ? ഞങ്ങൾ അങ്ങനെ ആണോ? ഞാൻ ഉടക്കി നിൽക്കും, ലോകിയാവും. ഉടക്ക നിങ്ങൾ 3-ാം നാൾ കയറി അങ്ങനെയൊക്കെ നാട്ടിൽ പറയുമല്ലോ. ഞങ്ങൾ തമ്മിൽ സമസപ്തമ യോഗമാണ്. ഈ ജാതക പ്രകാരം 2 ഭാര്യ ഭർത്താക്കന്മാർക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല ജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് സമസപ്തമ യോഗം എന്നുണ്ടെന്തോ പറയും പോലും. അതാണോ നിങ്ങൾ തമ്മി? ഭയങ്കര സിങ്കാ. പക്ഷെ ഈ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? എന്ത് ഫിലോസോഫിക്കലാ.